ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതികയെ കെട്ടണമെന്നും പറഞ്ഞ് ഒരു തവണ പുറകെ ഉണ്ട്. അവളാണെങ്കിൽ അവനോട് നോ പറഞ്ഞിട്ടുമില്ല. ആ നോ പറയാതിരിക്കുന്നത് ഒരു യെസ്സിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അവനെ പൂട്ടിയിരിക്കണം. അവന്റെ മുഖഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളോട് ചോദിച്ച കാര്യങ്ങൾ അറിയാലോ. എന്തായി? മോൾ അവനോട് സംസാരിച്ചോ? സംസാരിച്ചു ചെറിയമ്മേ. എല്ലാ കാര്യങ്ങളും ഞാൻ റോനോട് തുറന്ന് സംസാരിച്ചു. എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ റോനോട് പറഞ്ഞു. എന്നിട്ട് അവൻ എന്താ മറുപടി പറഞ്ഞേ? സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയുന്നവരെ അയാൾക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അവൻ ഈ വിവാഹത്തിന് പിന്മാറുമോ? മാറുമെന്ന എന്റെ പ്രതീക്ഷ. ഇപ്പൊ അച്ഛനെ കാണാൻ പോയിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാവും. പക്ഷേ അച്ഛനോട് ഇത് റോഹൻ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതാ എന്റെ ടെൻഷൻ. എല്ലാം നന്നായിട്ട് വന്നാ മതിയായിരുന്നു. മോൾ ടെൻഷൻ ആവണ്ട. അവൻ ഇത്രയും പോസിറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അതിന്റെ ഒരു പരുവത്തിനെ പ്രതാപേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. രാജു എവിടെ പോയതാ? അത് ഞാൻ കളക്ടറേറ്റ് വരെ പോയതാ. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു. അല്ല, ഞാൻ പോകുമ്പോ മാഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ ചോദിച്ചേ? രാജു പോയി കഴിഞ്ഞ് റോഹൻ എന്നോട് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു പോയിട്ട് വരാൻ. അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ എല്ലാം തുറന്ന് സംസാരിച്ചു. എനിക്ക് വിവാഹത്തില് താല്പര്യമില്ലെന്ന് പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞപ്പോ രാജു അവിടെ ഉണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതാ ഞാൻ ചോദിച്ചത് രാജു എവിടെ പോയതാണെന്ന്. അല്ല, എന്നിട്ട് റോഹൻ എവിടെ? അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കെ. ഓ, എന്താവുന്നൊരു ടെൻഷനിലാ ഞാൻ. മാഡം ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും. റോഹൻ, താനൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അങ്ങനെയൊന്നുമില്ല അങ്ങളെ. ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. അത് സത്യമാ. തന്നോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അല്ല റോഹൻ, ഇനി എന്നാ അച്ഛനമ്മയും കുട്ടി ഇങ്ങോട്ട് വരുന്നേ? ഉടനെ വരാം അങ്ങളെ. കണ്ടില്ലേ രാജു, ഇവൻ വെറും കള്ളനാ. ഞാൻ പറഞ്ഞതൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഇവനെന്തിങ്ങനെ? നല്ലൊരു ദിവസം നോക്കി അച്ഛനെയും അമ്മയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാം. രാജു കേട്ടോ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടുകാരെയും കൂട്ടി വരുമെന്നാ പറയുന്നത്. രാജു, ഇനി ഈ പ്രശ്നത്തിൽ ഒന്ന് സഹായിക്ക്. മാഡം വാ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഔട്ടിംഗ്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. റോഹൻ ഉടൻ തന്നെ അവന്റെ അച്ഛനും അമ്മയും കുട്ടി ഇങ്ങോട്ട് വരുമെന്നാ പറയുന്നത്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അങ്ങളെ. ഏയ്, അതെങ്ങനെ ശരിയാവുന്നേ? റോഹൻ ഇവിടെ ഉച്ച സമയത്ത് വന്നിട്ട് ലഞ്ച് കഴിക്കാതെ എങ്ങനെ പറഞ്ഞു വിടുന്നേ? അങ്ങളെ, പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഏയ്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. റോഹൻ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഋതികെ, നീ യാമിനോട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറയും. ശരി അച്ഛാ. അവനെ ഇനി ഊട്ടിയിട്ടേ പ്രതാപം വിടത്തുള്ളൂ. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. അവളാണെങ്കിൽ രാജുവിന്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. ആ റോഹനെ ഒഴിവാക്കാൻ വേണ്ടി രാജുവിനെ കൂട്ടുപിടിച്ചിരിക്കുക.
ഹലോ, ആ നീ എവിടെയുണ്ട്? ഞാൻ പുറത്താടാ. ആ ഞാൻ നിന്നെ വിളിച്ചതേ എനിക്ക് കുറച്ച് ഐറ്റം വേണം. എത്ര വേണം? കുറച്ച് ബൾക്കായിട്ട് തന്നെ വേണം. എന്തിനാളിയാ, കച്ചവടം അടിക്കാനാണോ? ഏയ് അല്ലടാ, ഇതുകൊണ്ട് ചെറിയൊരു പണിയുണ്ട്. പണിയോ? എന്തു പണി? ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ കളിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞ ദിവക്കെ. കാര്യം എന്താന്ന് പറയാതെ ഒരു തരി പോലും നിനക്ക് ഞാൻ തരില്ല. ഹ, എടാ ഞാൻ പറയാന്ന്. ആ എന്നാ നീ പറ. എടാ ഒരുത്തിനെ പൂട്ടാൻ വേണ്ടിയാ. കൂട്ടാനോ? നീ കാര്യം തെളിച്ചു പറ ദീപക്കെ. എടാ ഋതികയെ കെട്ടണമെന്നും പറഞ്ഞ് ഒരു തവണ പുറകെ ഉണ്ട്. അവളാണെങ്കിൽ അവനോട് നോ പറഞ്ഞിട്ടുമില്ല. ആ നോ പറയാതിരിക്കുന്നത് ഒരു യെസ്സിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അവനെ പൂട്ടിയിരിക്കണം. ഒരു 10 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാൻ എത്ര ക്വാണ്ടിറ്റി സാധനം വേണമെന്ന് നീ തീരുമാനിച്ചോ? എടാ അതൊക്കെ റിസ്ക് അല്ലേ? ഒരു റിസ്കും ഇല്ല, നീ സാധനം എത്തിക്കേ. നീ ഇതെന്തായാലും പോലീസിനെ കൊണ്ടോ എക്സൈസിനെ കൊണ്ടോ നർക്കോട്ടിക് സെല്ലിനെ കൊണ്ടോ ഇത് പിടിപ്പിക്കും. അങ്ങനെയല്ലേ? അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാ ഇതെവിടെ നിന്ന് കിട്ടി, ഇതിന്റെ റൂട്ട് എവിടെയാണ് എന്നുള്ള അന്വേഷണം ഉറപ്പായും ഉണ്ടാകും. അത് പിന്നെ എന്നിലേക്കും നിന്നിലേക്കും ഒക്കെ നീങ്ങും. അത് വേണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ വേറെ എന്തെങ്കിലും ഒരു പണി അവനിട്ട് കൊടുക്ക്. എടാ ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. അതിനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മറികടന്ന് ഇത് നമ്മളിലേക്ക് വന്ന അതിന്ന് എങ്ങനെ ഊരി വരണമെന്നും എനിക്കറിയാം. എന്റെ അമ്മാവൻ ആരാന്ന നിന്റെ വിചാരം? അമ്മാവന്റെ ഒരു ഒറ്റ കോള് മതി, അതൊക്കെ മാഞ്ഞു പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നും നിനക്ക് വേണ്ട. നീ എത്രയും പെട്ടെന്ന് സാധനം എത്തിക്കാൻ നോക്ക്. ആ ഞാൻ വീട്ടിലേക്ക് പോയി സാധനം എടുത്ത് അവിടേക്ക് എത്താനുള്ള സമയം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ക്യാഷ് ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. ആ ഓക്കെടാ. ശരി. അകലേ